ജീവിതഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാം നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശനെ എൻ്റെ പാപം പോക്കാൻ. നീയല്ലാതാരുള്ളു രക്ഷക എൻ്റെ ഭാരം തീർപ്പാൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, നീ എത്ര നല്ലവൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല അവിടുന്ന് നിങ്ങളെ ക്ഷേമമായി പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണമേ. ഇന്നുവരെ അത്ഭുതവും അതിശയമായി ഞങ്ങളെ അവിടുത്തെ കരം പിടിച്ച് നടത്തിയ ദൈവമാ, വേണ്ടുന്നതെല്ലാം തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവമാ, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിച്ച ദൈവമാ, എല്ലാറ്റിനും നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവ്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ അതിൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പൊന്നുകരങ്ങളോട്ട് അടിയനെ ഏൽപ്പിച്ച് തരിക. ഓരോ മക്കളെയും ഉള്ളതുപോലെ അറിയാവുന്നവൻ അവിടുന്ന്. അങ്ങ് അറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുകയില്ലല്ലോ കർത്താവേ. വിശ്വാസത്തോടെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുടെ മേലെ തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എനിക്കൊന്നിനും കഴിവറിയും ഇല്ല കർത്താവേ, എനിക്കൊന്നും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല കർത്താവേ. എന്നാൽ അങ്ങ് പ്രവൃത്തിയിൽ ഭയങ്കരന കരുണയും മനസ്സലിയുമുള്ള ദൈവമാ. തൻ്റെ മക്കളുടെ മേലെ അവിടുത്തെ കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യ ഭാരങ്ങളുടെ നടുവിൽ കരയുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. പരീക്ഷാ സംബന്ധമായി പ്രാർത്ഥനാ വിഷയത്തെ ചോദിച്ചവരുണ്ട് കർത്താവേ. മദ്യപാനികളായ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. കുടുംബത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. കടഭാരമുള്ള മക്കളുണ്ടപ്പാ, ഭവനമില്ലാത്തവരുണ്ട് കർത്താവേ. സാമ്പത്തികമായ സകല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മറ്റുമായി ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ, അവരുടെ ഭാവിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. സ്വർഗമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളുടെ മേലും പൊന്നുകരം നീട്ടുമാറാകണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. ആമൻ. ജൂലൈ 26-നും 28-നും കർത്താവേ, ആമൻ, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. പൊന്നുകരം ചാർത്ത് പിടിക്കണേ, അപ്പം പൊന്നുകരം ചാർത്ത് പിടിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനം കൊടുക്കണമേ കർത്താവേ. അടിയങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രപ്പ. അമൽ മോനെയും അവൻ്റെ കൂട്ടുകാരെയും ഏൽപ്പിക്കുന്നു. നിതിൻ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് അന്നാമോളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ജിജോമനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമൻ. തൻ്റെ പൈതലിനെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജൂലൈ 26-ന് കർത്താവേ, ആമൻ, ജർമ്മൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന പൈതൽ നാദശായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ പൈതലിനെയും അനുഗ്രഹിക്കുമാറാകണം. ഒരു ദോഷവും തട്ടാതെ തൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം കൺമണി പോലെ പരിപാലിച്ച് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് അവർക്ക് കർത്താവെ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ തക്കണം, സ്വർഗം ഇടയാക്കണം, വലിയ മാർക്കോടെ പാസ്സാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പൊന്നുകരം അവരെ ചേർത്ത് പിടിച്ചിരിക്കാൻ സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, PR ലഭിക്കേണ്ട ഒരു പൈതലുണ്ട് കർത്താവെ. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ കർത്താവെ, എല്ലാ കാര്യാദികളെയും സ്വർഗം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ കർത്താവെ, സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവെ.
അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ എൻ്റെ അപ്പന് കഴിയും. ആ കാര്യം പ്രവർത്തിച്ചേ മതിയാവും കർത്താവെ. ജോലി ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളാപ്പാ ചോദിക്കുന്നത്, നീ തുറന്നു കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു പിതാവേ. ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ അനുവദിക്കല്ലേ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കല്ലേ അപ്പാ. കാരണം തോന്നണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ചെയ്യുവാൻ മനസ്സില്ലാതെ ഉദാസീനരായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രായം അറിയുന്നു, അവരുടെ ഭാവി നീ അറിയുന്നു കർത്താവെ. അവരുടെ ഭവനത്തെ നീ അറിയുന്നല്ല കർത്താവെ. ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനുള്ളതായ ജോലി കാര്യങ്ങളെ കർത്താപ്പച്ചൻ കൊടുക്കണമേ അപ്പം. അതിനുള്ള മനസ്സും ആരോഗ്യവും അവർക്ക് കൊടുക്കണമേ. ശാരീരികമായും മാനസികമായും അവരെ ബലപ്പെടുത്തണമേ നടിയൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. ആമൻ കർത്താവേ. ഹാലൽ മദ്യപാനികളായ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നീ അവരെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവരങ്ങണം. അവരുടെ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ കൊടുക്കണം. അങ്ങനെ മദ്യപാനികൾ, ലഹരിക്ക് അടിമപ്പെട്ടവർ, ആമൻ കർത്താവെ, കുടുംബത്തിലൊരു സ്വസ്ഥത ലഭിക്കാത്ത ജീവിതങ്ങൾ അനേകർ കരയുന്നവരുണ്ടപ്പാ. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ അപ്പൻ മാത്രമേ കഴിയത്തുള്ളൂ കർത്താവെ. ഈ പൂർണ്ണമായും ഈ ലഹരിയിൽ നിന്നൊക്കെ ഒരു വിടുതൽ കൊടുത്ത് കുടുംബത്തിലൊരു സമാധാനം കണ്ടെത്തുവാൻ ദൈവമിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സലിഞ്ഞാട്ട് കർത്താവെ അത്ഭുതം ചെയ്യണമേ എന്നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഹാലേലൂയ കർത്താവെ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളുമാറാകണം. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് കർത്താവ് ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ബലമുള്ള കരങ്ങളിൽ അടിയനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവെ, ജോലി ചെയ്യുന്നവരെ മക്കളെയും സന്തോഷത്തോടും ആരോഗ്യത്തോടും ജോലി ചെയ്യാൻ ഇടയാക്കണം. നല്ല പ്രതിഫലം കൊടുത്തവരെ മാനിച്ചു കൊള്ളുമാറാകണം. ആമേൻ കർത്താവെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക. സമാധാനത്തോടെ കാത്തോണേ. യാത്ര പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന തൻ്റെ മക്കളെ സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ. എല്ലാ രോഗികളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വന്നും കുഴപ്പമുള്ളവർ, ആമൻ ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, ഹല്ലേലൂയ കർത്താവെ. ആശുപത്രി മുറിക്കുള്ളിൽ ഐസിയുലും സിസിയിലും കിടക്കുന്നവർ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ കർത്താവെ. ആമൻ കൈകാലുകൾക്ക് ഹല്ലേലൂയ കർത്താവെ ചലനമില്ലാതെ വീൽ ചെയറിലും കിടക്കുകളിലും ആയിരിക്കുന്നവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ കർത്താവെ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ള, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, എൻ്റെ കർത്താവെ. ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവെ. സ്തോത്രം സ്തോത്രം അപ്പാ. എൻ്റെ ദൈവമേ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ കർത്താവെ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഇൻഫെക്ഷനാൽ ഭാരമുള്ള ജീവിതങ്ങളെ ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. അങ്ങെല്ലാത്തിനും മരുന്നും വൈദ്യനുമാകിയാൽ സ്തോത്രം. മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന അനാഥര വിധവകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. അപ്പനാ ആശ്വാസപ്രദനാകിയാൽ കർത്താവിൻ്റെ ആശ്വാസം ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കുമാറാകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരു കുറവും കൂടാതെ ഓരോ മക്കളെയും പോറ്റി പുലർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണേ. ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകാരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കാര്യം ചാർത്ത് പിടിച്ചോണം. എല്ലാ വിജയന്മാർക്കും വാഴ്ത്തി അനുഗ്രഹിച്ച് സ്വർഗം നൽകുമാറാകണം. ആമേൻ കർത്താവേ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ കർത്താവേ. ഭവനം പണിയുന്നവർക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കിക്കാട്ടെ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണമേ. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ. അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ കർത്താവ്. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാണുന്ന ദൈവം, അറിയുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം 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 കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ.
എല്ലാ കുടുംബത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോടും പറയാൻ മേലാത്ത വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ അവിടുന്ന് അവരുടെ സകല വേദനകൾക്ക് വറുതി വരുത്തുവാൻ കഴിവുള്ള ദൈവം അവിടുന്ന് ആകിയാൽ എൻ്റെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് മാനിക്കുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന് പറയുവാൻ തക്കണം ഓരോ മക്കളെയും കർത്താവ് സഹായിക്കണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവയസ്സിൽ കർത്താവെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷക്കാലം പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് കാത്തുകൊള്ളണമേ. ആമേൻ കർത്താവെ സ്തോത്രം, സ്തോത്രം കർത്താവെ. അങ്ങനെ ആമേൻ. സുവിശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ രാജ്യങ്ങളെ ദേശങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദേശത്തിന് മേലവിടുത്തെ സൗഖ്യം അയക്കണമേ. പകർച്ചബാധകളിൽ നിന്ന് വിടുവിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ആമൻ. ഞങ്ങളുടെ ദേശത്തിന് മേൽ രാജ്യത്തിന് മേൽ ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ കർത്താവേ. ആമൻ. പാപബോധത്താൽ ഹല്ലേലൂയ ജനത്തെ ഒന്ന് ഉണർത്തണമേ കർത്താവേ. കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കണം ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. കഷ്ടമനുഭവിക്കുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, മറുപടി അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് പകൽക്കാലം ഇവിടുത്തെ കൃപയിൽ ഞങ്ങളായിരിക്കട്ടെ. അതിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ട് കർത്താവേ. ദൂരസ്ഥരെ സമീപസ്ഥരെ ഒന്നുപോലെ അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.